ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവരാത്രിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടേ? അപ്പം ഞാനിതാ നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ പായസം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കളർ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും, ഇത് പിങ്ക് പായസമാണ്. പക്ഷേ നമ്മളിതിൽ യാതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊരു കളറും ഇതിൽ ചേർത്തിട്ടില്ല, നാച്ചുറലായിട്ടുള്ള കളറാണ്. ഇത്തിരി സമയവും ഇത്തിരി ക്ഷമയും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇത് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളിത് സാധാരണ പിങ്ക് പായസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റൊരു രീതിയിലാണ് നമ്മൾ ചെയ്യണം. പക്ഷേ ഇതാണ് ശരിക്കുള്ള പിങ്ക് പായസം കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 കപ്പോളം സേമിയ ഒന്ന് നുറുക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഏലക്ക പൊടി വേണം. പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് വേണം. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് 2 ബീട്രൂട്ട്, ഈ സൈസിലുള്ള 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും നമുക്ക് തൊലി ഒന്ന് മാറ്റി ഒന്ന് ചെത്തിയൊക്കെ എടുത്ത് കൊണ്ടുവരാം, വൃത്തിയാക്കി കൊണ്ടുവരാം. ഇനി അതിനിടയ്ക്ക് ചവ്വരി ഒന്ന് നമുക്ക് കുതിരാൻ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകാം. കഴുകിയിട്ട് ഇനി 1 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. 1/4 കപ്പ് ഇതിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. 2 ബീട്രൂട്ടിൽ 1 എടുത്ത് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലോട്ടൊന്ന് മാറ്റാം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ കുക്കറിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പാത്രത്തിലൊന്ന് അടച്ചു വേവിച്ചാലും മതി. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് അടുത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ രണ്ടാമതൊരു ബീട്രൂട്ട് എടുത്തിരുന്നല്ലോ, അത് നമുക്ക് ഇതൊന്ന് ഞാനിപ്പോൾ ഒന്ന് അത് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി ഇതുപോലെ ഒന്ന് ഗ്രേറ്ററിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കിന് ചെറുതായിട്ടാണ് ഞാൻ ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനാണ്. പാനിലേക്ക് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ സാധാരണ ഇത് ചെയ്യും പോലെ തന്നെ, പായസം ഉണ്ടാക്കും പോലെ തന്നെ, അപ്പം അതൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇതപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് മാറ്റുകയാണ്, മറ്റൊരു പാത്രത്തിൽ മാറ്റുകയാണ്. എല്ലാം ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ നെയ്യ് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയയുടെ നുറുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ വരാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതും ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ അതും ഞാനൊന്ന് മാറ്റുകയാണ്, മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതേ നെയ്യ് തന്നെ ഒരല്പം കൂടെ നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇതിലിടേണ്ടത്. ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. അപ്പം കുറച്ചുകൂടെ നമുക്ക് പഞ്ചസാര കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ശകലം ബീട്രൂട്ടിൻ്റെ ഒരു മധുരം കാണും, എന്നാലും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ചേർത്ത് അതും കൂടെ ചേർത്താണ് ഞാനിപ്പോൾ ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരല്പം നെയ്യൂടെ ചേർത്ത് ഈ ഒരു കണക്കിന് നമുക്ക് ആക്കിയെടുക്കാം. നന്നായിട്ട് വഴറ്റി ഈ ഒരു കണക്ക് നല്ല കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിതൊന്ന് മാറ്റാം. ഇനി അതും മാറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന ചവ്വരി ഉണ്ടല്ലോ, അത് ഈ ഒരു കണക്കിന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ആവശ്യം. ഇതവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ആ ചെറിയ കഷ്ണങ്ങളുണ്ടായിരുന്നല്ലോ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന, അതും ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് ആ വെള്ളത്തോടെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാൻ കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കാണ് വേണ്ടത്. അതും അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി ഒരു പാനാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പാനിപ്പം ഞാൻ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക്, തിളയ്ക്കണമെന്നില്ല, ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ഒന്ന് വെള്ളം മാറ്റിയിട്ട് ഒന്ന് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമുക്കിത് ഈ ചവ്വരി ഞാനിപ്പോൾ നേരത്തെ കുതിർത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വേകാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ നെയ്യിൽ വറുത്ത ആ സേമിയയുടെ നുറുക്ക് ഇതിലോട്ടൊന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല. ഇനി ഒന്ന് തിളച്ചോട്ടെ. നന്നായിട്ടൊന്ന് സേമിയയും ഈ ചവ്വരിയും ഒന്ന് നന്നായിട്ടൊന്ന് വേകുന്ന സമയം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സ്റ്റേജിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതാണ് ശരിക്കുള്ള പിങ്ക് കളർ വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു കളർ ഇതിന് കിട്ടുന്നുണ്ട്. നമുക്ക് ശരിക്കും എത്രത്തോളം കളറുള്ള ഒരു ബീട്രൂട്ട് എടുത്തോ അത്രയും കളർ നമുക്കിതിന് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്നവരെ നോക്കാം.
അപ്പോൾ ഇതാ അടുത്ത് ഇനി നമ്മൾ ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഞാനിപ്പം നമ്മൾ നെയ്യിൽ ഗ്രേറ്റ് ചെയ്ത ആ ബീറ്റ്റൂട്ട് കൂടെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി വേറെ ഒന്നുമില്ല, സാധാരണ പാൽപ്പായസം ചെയ്യുന്ന പോലെ തന്നെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം കുറച്ച് കട്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഇതുവരെ പഞ്ചസാര നമ്മൾ ചേർത്തിട്ടില്ല. അപ്പം പഞ്ചസാര കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഇതിവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പിങ്ക് പായസം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പാലടയുടെ അതുപോലെ അതിൽ പക്ഷേ കളറും ചേർക്കാറില്ല. പക്ഷേ ഇതാണ് ശരിക്കും പിങ്ക് പായസം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ പഞ്ചസാര ആവശ്യമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഴിഞ്ഞു, നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്തിരി ഏലക്കപ്പൊടി ഇവിടെ ചേർക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോളം ഏലക്കപ്പൊടി ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അത് മതി. ഇത്രയും ആയപ്പോൾ നമ്മളൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്താൽ മതി. കഴിഞ്ഞു കേട്ടോ, നമ്മുടെ പായസം ബീട്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഏറ്റവും വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമുള്ളൂ, 2 ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഇത്തിരി ക്ഷമ കൂടെ വേണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കണക്കിന് നമുക്ക് വെട്ടി തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ ബീട്രൂട്ട് ചേർത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റോ അതിൻ്റെ ഒരു കുത്തലോ ഒന്നും നമുക്ക് വരില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെല്ലാം വേവിച്ചിട്ടാണ് ഇതിലൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും നമ്മൾ ബീട്രൂട്ട് രണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരിക്കലും മനസ്സിലാവുകയില്ല. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടാണ് ഇതിരിക്കുന്നത്. കാരണം നമ്മൾ പാലും ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പേട് കൂടെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് പോലും നല്ല ടേസ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്പം ക്ഷമയും ഇത്തിരി സമയം നമുക്കുണ്ടെങ്കിൽ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ, ഒരു ബൗളിലോട്ട്. ഇത്രയും കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/2 ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടോ, ഇത്രയും എന്തും നമ്മൾ കറക്റ്റായിട്ടാണ്, അത് നല്ലൊരു കുറുക്കുന്ന രീതി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അളവുകളൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എടുത്താൽ 2 ബീട്രൂട്ട് മതി കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത്തിരി ഉള്ള താമസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി ചവ്വരി ഒന്ന് കുതിർക്കുന്ന സമയമാണ് വേണ്ടത്. പിന്നെ ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം വേറെ ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് യാതൊരു കളറും ചേർക്കാത്തതുകൊണ്ട് കൊച്ചു മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്കിത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ യാതൊരു ഫ്ലേവറും അതിനകത്തില്ല കേട്ടോ. നമുക്ക് ശരിക്കും മറ്റൊരു ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിപ്പം മൂത്ത ആൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവന് 2 ബോൾ ഇവിടെ ചേർത്ത് ഞാനിപ്പോൾ കൊടുക്കുകയാണ് കേട്ടോ. അവനും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അമ്മ ഇത് ഇങ്ങനെ ബീട്രൂട്ടാണെന്ന് പോലും അറിയില്ല എന്നാണ് പറഞ്ഞത്, അത്രയും ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ സാധാരണ അങ്ങനെ ഒരു നല്ല അഭിപ്രായം പറയുന്ന ആളല്ല. അപ്പോൾ എന്തെങ്കിലും അത്രയും നന്നായിട്ടുണ്ടെങ്കിൽ അവ അങ്ങനെ പറയുള്ളൂ. അപ്പം എന്തായാലും ഇത്രയും കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇത്തിരി പാലൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.